നമസ്കാരം. നമുക്കൊരു ദൃശ്യം കണ്ടതിന് ശേഷം മടങ്ങി വരാം. ശ്രീപത്മനാഭൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെ പോയി? ആഭ്യന്തരമന്ത്രി അമിത്ഷാ ടി വി വെച്ച് നോക്കൂ. അദ്ദേഹം ക്രിസ്ത്യൻ സഭാ നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 12-ാം തീയതി FCRA ബില്ല് അവതരിപ്പിക്കുമെന്നാണ് കേൾക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ അവർക്ക് ചില ആശങ്കകളുണ്ട്. ആ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ടി വി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയ ചാനൽ വെച്ചാൽ കാണാം. കണ്ടില്ലേ? മനോരമയിൽ അത്യാവശ്യം പക്വതയോടുകൂടി സംസാരിക്കുന്ന, എല്ലാ സമയത്തുമല്ല, ഇടയ്ക്കെങ്കിലും നല്ല രീതിയിൽ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ മുഹമ്മദ് റാഷിദ്. മുഹമ്മദ് റാഷിദ് ഇപ്പോൾ ഒരു വലിയ അബദ്ധം കാണിച്ചു. ആ അബദ്ധം കാണിച്ചിരിക്കുന്നത് ശ്രീപത്മനാഭനോടാണ്. അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് അമിത്ഷാ എവിടെ പോയിരിക്കുകയാണ് എന്ന്. അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ സരസമായി മറുപടി പറയാൻ നല്ല കഴിവുള്ള ആളാണ്. അയ്യപ്പദാസോ മറ്റ് മാധ്യമ പ്രവർത്തകരോ പോലെയല്ല. ഇപ്പോൾ മനോരമയിൽ തന്നെ ഷാനി പ്രഭാകരൊക്കെ ഉണ്ട്. അതുപോലുള്ളൊരു മാധ്യമ പ്രവർത്തകനല്ല മുഹമ്മദ് റാഷിദ്. മുഹമ്മദ് റാഷിദ് അപൂർവ സമയങ്ങളിലാണ് ഇത്തരത്തിലൊരു അബദ്ധത്തിൽ ചെന്ന് വീഴുന്നത്. ഇവിടെ ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത് ശ്രീപത്മനാഭൻ, നല്ല ഒന്നാം തരം ഊക്കൻ ബ്രാൻഡാണ്. അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത് അമിത്ഷാ എവിടെ പോയി എന്നാണ്. ചോദ്യം കേട്ട മാത്രയിൽ തന്നെ ശ്രീപത്മനാഭൻ പറയുകയാണ് ടി വി വെച്ചു നോക്കാൻ. മനോരമയുടെ ഫ്ലോറിലിരുന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിപ്പോർട്ടേഴ്സൊന്നും റിപ്പോർട്ടേഴ്സ് അല്ല, നിങ്ങൾക്ക് ശരിയായി വാർത്ത എത്തിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ആളില്ല എന്നൊക്കെയാണ് ഈ മനോരമ പോലുള്ള വളരെ ദീർഘനാളത്തെ മാധ്യമ പ്രവർത്തന പരിചയമുള്ള ഒരു സ്ഥാപനത്തിൽ വന്നിരുന്നിട്ട് പറയുന്നത്. എന്തായാലും നല്ല കാരണത്തേറ്റ അടി തന്നെയായിരുന്നു മനോരമയെ സംബന്ധിച്ചിടത്തോളം. ശ്രീപത്മനാഭൻ പറയുന്നു അമിത്ഷായെ കാണണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ദേശീയ ചാനൽ വെച്ച് നോക്കൂ. അതിൽ വച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമിത്ഷായെ കാണാം. അദ്ദേഹം ഈ ക്രിസ്ത്യൻ പ്രതിനിധികളുമായി സംസാരിക്കുകയാണ്. അവർക്ക് ഈ FCRA ബില്ലിൽ ചില ആശങ്കകളുണ്ട്. FCRA ബില്ല് 12-ാം തീയതിയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് വെച്ച് കാണും. അല്ല, നിങ്ങൾക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സംവിധാനങ്ങൾ ഒന്നുമില്ല. അദ്ദേഹം ആ സംസാരിക്കുന്ന സമയത്ത് ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ അവിടെ ഇടതു നിരീക്ഷകനായിട്ടുള്ള N ലാൽകുമാറുണ്ട്. അദ്ദേഹം ചിരിച്ചു പോകുന്നുണ്ട്. ആദ്യം ഗൗരവമൊക്കെ നടിച്ചു, ചിരിക്കാതിരിക്കുവാനൊക്കെ ശ്രമം നടത്തി. പക്ഷേ കുനിഞ്ഞിരുന്നിട്ട് അദ്ദേഹത്തിന് അങ്ങ് ചിരി പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ വളരെ കൃത്യമായി വളരെ സരസമായിട്ട് തിരിച്ച് മറുപടി പറയുന്ന ഒരു ആളാണ് ശ്രീപത്മനാഭൻ പറഞ്ഞത് കേട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ VR അനൂപിനും അതുപോലെ തന്നെ ചിരി വരുന്നുണ്ട്. എന്തായാലും ചിരി അടക്കി പിടിച്ച് അവർ കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല ഈ ചിരി അടക്കി പിടിക്കാൻ എന്നുള്ളതാണ്. എന്തായാലും ഇതാണ് ഒരു അവസ്ഥ. ഈ രീതിയിൽ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ UDF-നെയൊക്കെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർ ഇറങ്ങി പുറപ്പെട്ടാൽ നല്ല ഒന്നാം തരം BJP വക്താക്കളുടെ വായിൽ ചെന്ന് വീണാൽ തിരിച്ച് നല്ല പണി തന്നെ, നല്ല ചിമിട്ടൻ പണി തന്നെ കിട്ടും എന്ന് ഇതിലൂടെ മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഒരു നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിന് തയ്യാറായിക്കൂടെ? ഈ ഇടത് ചാരിയോ വലത് UDF ചാരിയോ ഒന്നും നിൽക്കാതെ വളരെ സ്വതന്ത്രമായ രീതിയിൽ സംസാരിച്ചാൽ ഈ പണിയൊന്നും കിട്ടില്ല. പക്ഷേ ആരെങ്കിലും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള മറുപടി തന്നെ ലഭ്യമാകും. ഷാനി പ്രഭാകർ പോലെയൊന്നും അല്ല എങ്കിലും ഇത്തരത്തിൽ ഒരു ചോദ്യം ഒരുപക്ഷെ അബദ്ധത്തിൽ ചോദിച്ചതായിരിക്കാം. വളരെ ഡയറക്റ്റ് ആയിപ്പോയി ആ ചോദ്യം. എവിടെ പോയി അമിത്ഷാ? കിട്ടിയല്ലോ, കിട്ടി ബോധിച്ചല്ലോ, അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളും.